കിട്ടി ഗൈസ്, കിട്ടി. മലൈക്കോട്ടെ വാലിബന്റെ ഫാൻ ഷോ ടിക്കറ്റ് അങ്ങനെ കയ്യിൽ കിട്ടി. വളരെയധികം എക്സ്പെക്ടേഷനോട് കൂടി എന്താ പറയേണ്ടതെന്ന് തന്നെ അറിയത്തില്ല. ഓക്കെ, വളരെയധികം എക്സ്പെക്ടേഷൻ ഒന്നും വേണ്ടെന്ന് എത്ര വിചാരിച്ചാൽ പോലും ഇന്നിപ്പോ ലാലേട്ടന്റെ പേജിൽ ഒരു പുതിയ പോസ്റ്റർ വന്നിട്ടുണ്ട്. അത് കണ്ടപ്പോഴത്തേക്ക് എക്സ്പെക്ടേഷൻ കൂടി. എന്താ സംഭവം ഒന്നും ഒരു പിടിയും കിട്ടുന്നില്ലെങ്കിലും എന്തോ കാര്യമായിട്ട് പടത്തിൽ ഉണ്ടെന്നൊരു തോന്നല്. അതുകൊണ്ട് തന്നെ എക്സ്പെക്ടേഷനൊക്കെ വളരെയധികം വലുതാണ്. നിങ്ങൾ എന്തായാലും എക്സ്പെക്ടേഷൻ കുറച്ചിട്ട് പോയി പടം കാണുക കേട്ടോ. ഞാൻ എന്തായാലും വലിയൊരു എക്സ്പെക്ടേഷനുമായിട്ടാണ് പടം കാണാനായിട്ട് കയറാൻ പോകുന്നത്. അപ്പൊ എന്തായാലും നാളെ രാവിലെ വാലിബ ദർശനം അങ്ങനെ ഫാൻ ഷോ ടിക്കറ്റ് ഒക്കെ കിട്ടി ഇരിക്കുമ്പോഴത്തേക്ക് വളരെ സന്തോഷത്തോടെ ഇരിക്കുമ്പോഴത്തേക്കാണ് നമ്മുടെ ഫഹദ് ഫാസിലിന്റെ ആവേശം, നമ്മുടെ രോമാഞ്ചൻ ടീമും ഫാഫായും ഒന്നിക്കുന്ന ആവേശം എന്ന സിനിമയുടെ ഒരു ടീസർ വരുന്നത്. അപ്പൊ എന്തായാലും നമുക്ക് ആ ഒരു ടീസർ ഒന്ന് കണ്ടു നോക്കാം. ഓക്കെ, രോമാഞ്ചം ഉണ്ടാക്കിയ ഓളം ആവേശം കുറച്ചും കൂടി ബിഗ് ബഡ്ജറ്റ് ആയിട്ടുള്ള ഒരു ഹെവി എന്റർടൈനർ ആണെന്നാണ് അറിയാനായിട്ട് സാധിക്കുന്നത്. എന്തായാലും ആ ഒരു എന്റർടൈനിങ് വൈബ് നമുക്ക് ഈ ഒരു ടീസറിൽ കാണാൻ സാധിക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് നമുക്ക് നോക്കാം. തമ്മിലൊക്കെ ഹെവി സാധനം കേട്ടാ. വാവ്, ഒരു പക്ക സെലിബ്രേഷൻ വൈബ് പടത്തിന്റെ ഒരു ഒരു സംഭവം കിട്ടുന്നുണ്ട്. ആ ഒരു തമ്മിലിൽ ആ ഒരു വൈബ് കിട്ടുന്നുണ്ട്. ഓക്കെ, വാവ്, ഫാഫയുടെ ഒരു പക്ക എന്റർടൈനർ പടത്തിനായിട്ടുള്ള കട്ട വെയിറ്റിംഗ് ആയിരുന്നു. എന്തായാലും കണ്ടു നോക്കാം, ടീസർ ഒന്ന് കണ്ടു നോക്കാം. ജിത്തു മാധവനാണ് ഡയറക്ഷൻ. ചേട്ടാ ബ്രോ, രംഗൻ ചേട്ടാ എങ്ങനെയാ ഇത്ര സെറ്റപ്പ് ആയത്? അണ്ണൻ പണ്ട് സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഒരു ബന്ധുവിന്റെ ജ്യൂസ് ഇടയിൽ പാർട്ട് ടൈം ആയിട്ട് ജോലിക്ക് കയറി. അവിടെ അലമ്പുണ്ടാക്കാൻ റെഡിയായി നിൽക്കുന്ന രംഗൻ ചേട്ടനാണോ ഫഹദ് ഫാസിൽ തോന്നുന്നു. എന്നിട്ട് അണ്ണൻ ചാടി എണീറ്റ് അവരുടെ കൊന്ന്. അമ്മേട്ടാ എന്നിട്ട് ഒരു മിനിറ്റ്, രോമാഞ്ചം ഫ്രം ദ ഡയറക്ടർ ഓഫ് രോമാഞ്ചം. ഓ ഫുലാട്ടിയമാരാ ರಂಗಣ್ಣ ವಾವ್, ಅಡ್ಡಗೆ ಎಂಟ್ರಿ ಕೊಟ್ರೆ ಸಾಕು. ട്രെയിൻസ് ഒക്കെ കിടു കേട്ടാ. ഒരു സെലിബ്രേഷൻ കഴിഞ്ഞു. കണ്ടില്ല, മ്യൂസിക്. പക്ഷെ കണ്ടാൾ ഇതേം ബാക്കിൽ എന്നോട് പറഞ്ഞു, ഓ എടാ മോനെ പാപ്പാ, കിടിലൻ വൈബ്. ഹെവി എന്റർടൈനർ ലോഡിങ്. ഞാനിവിടെ ഒരു ലോക്കൽ സപ്പോർട്ട് ഉണ്ടാക്കുകയും ചെയ്യും, അവന്മാരെ തിരിച്ചടിക്കുകയും ചെയ്യും. ആവേശം ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് പോലെ കേട്ടാ. സുഷിൻ ശ്യാം നസ്രിയ നസീം, അൻവർ റഷീദ്, ജിത്തു മാധവൻ. ആവേശം പോലീസാനും 11 ഏപ്രിൽ 11-ാം തീയതി. ഏപ്രിൽ 11-ാം തീയതിയാണ് അപ്പം ഈ ഒരു സിനിമയുടെ റിലീസ്. അന്ന് തന്നെ നമ്മൾ കാണാൻ പോകുന്നത് കിടിലനൊരു ക്ലാഷ് ആണ് കേട്ടോ. ആടുജീവിതം ഏപ്രിൽ 10-11 ആണ്. നമ്മുടെ വർഷങ്ങൾക്ക് ശേഷം വിനീത് ശ്രീനിവാസൻ, പ്രണവ് മോഹൻലാൽ, നിവിൻ പോളി, അങ്ങനെ ഒന്നും വേണ്ട ആ ഒരു പടം ഏപ്രിൽ 11-നാണ്. പിന്നെ നമ്മുടെ ഉണ്ണിമുകുന്ദന്റെ ജയ് ഗണേഷ് എന്ന് പറയുന്നത് ഒരു സൂപ്പർ ഹീറോ പടമാണെന്നാണ് തോന്നുന്നത്. ആ ഒരു പടം ഏപ്രിൽ 11-നാണ്. ഇപ്പൊ അതാ ആവേശം. അപ്പോൾ ഒരു വമ്പൻ ക്ലാഷ് ആണ് വിഷു ഈസ്റ്റർ റിലീസിൽ വരാൻ പോകുന്നത്. ഓക്കെ, അതിനകത്ത് എല്ലാ പടങ്ങളും ഹെവി എക്സ്പെക്ടേഷൻ ഉള്ള പടങ്ങളാണ്. ജയ് ഗണേഷ് ആ ഒരു പടത്തിനെതിരെ കുറെ ഹേറ്റ് ക്യാമ്പയിൻ ഒക്കെ നടക്കുന്നതായിട്ടൊക്കെ കണ്ടു. അത് ഉണ്ണിമുകുന്ദന്റെ രാഷ്ട്രീയവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് എന്തുവാടെ നിങ്ങൾക്ക് വയ്യേടെ, രാഷ്ട്രീയവും സിനിമയായിട്ടൊക്കെ എന്തിനീ കൂട്ടിക്കുഴയ്ക്കുന്നത്? സിനിമ എന്റർടൈനിങ് ആണ്, ഇഷ്ടപ്പെടുന്നതാണ്, കൊള്ളാമെന്നുണ്ടെങ്കിൽ പോയി കാണണം. അല്ലാതെ എന്തിന് ആവശ്യമില്ലാതെ എന്തുവാടേ, വയ്യേ ശരിക്കും. അതേപോലെ തന്നെ മറ്റൊരു ടീം ഇപ്പൊ നമ്മുടെ ലാലേട്ടന്റെ വാലിബൻ ബഹിഷ്കരിക്കാനായിട്ട് നടക്കുന്നുണ്ട്. അതിനെപ്പറ്റി ഒരു വീഡിയോ ഇടണമെന്ന് കരുതിയിട്ട് പിന്നെ വേണ്ടെന്ന് വെച്ചതാണ്. യവന്മാർക്കൊന്നും വയ്യേ, ശരിക്കും തോന്നിക്കുക വയ്യേ, ആവശ്യമില്ലാത്ത കാര്യത്തിന്. ഇതിപ്പോ ലാലേട്ടൻ എന്താണ് അയോധ്യയിൽ പോണോ വേണ്ടോ എന്നുള്ളതൊക്കെ അദ്ദേഹത്തിന്റെ ഇഷ്ടവും അദ്ദേഹത്തിന്റെ എന്താണ് സൗകര്യങ്ങൾ അനുസരിച്ചിട്ട് അദ്ദേഹം പ്ലാൻ ചെയ്യുന്ന കാര്യങ്ങളല്ലേ. യവന്മാർ കടന്നിട്ട് ഇമാതിരി കോപ്രായങ്ങളൊക്കെ കാണിക്കേണ്ട ആവശ്യമുണ്ട്. ലാലേട്ടന്റെ പോസ്റ്റിന്റെ താഴെ മൊത്തവും ഇതൊക്കെയാണ്. അവിടെ വന്നിട്ട് ജയ് ശ്രീറാമൊക്കെ വിളിക്കുകയാണ്. വേറെ പണിയൊന്നുമില്ല. രണ്ടു കൂട്ടരും കണക്കാണ് കേട്ടോ, അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങനെ കുറച്ച് ഭാഗമുണ്ട്. വേറെ കാര്യമൊന്നുമില്ല. സിനിമയും രാഷ്ട്രീയവും അങ്ങനെയുള്ള കാര്യങ്ങളായിട്ടൊന്നും കൂട്ടിക്കൊടിക്കേണ്ട യാതൊരു കാര്യമില്ല. ഓക്കെ, എന്തായാലും ഈ ഒരു സംഭവം ആവേശം ടീസർ ഗംഭീര സാധനം. ഒരു പക്ക ഹെവി എന്റർടൈനർ തന്നെ വരുന്നുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. രോമാഞ്ചം ഒന്നുമല്ല, രോമാഞ്ചം ഒരു പക്ക ആ ഒരു വീടിനെ ചുറ്റിപ്പറ്റിയിട്ടുള്ള ഒരു സംഭവം, ഒരു ചെറിയ ടൈപ്പ് എന്റർടൈനർ ആയിരുന്നെങ്കിൽ ഇത് പക്ക ബിഗ് സ്കെയിലുള്ള ഒരു എന്റർടൈനർ ആണെന്നാണ് ഈ ഒരു ടീസർ കാണുമ്പോഴത്തേക്കും തോന്നുന്നത്. പക്ക വൈബ് പടം, മാസ്, കോമഡി, സോങ്, ഫൈറ്റ് ഒക്കെ ചേർന്നൊരു വൈബ് പടമാകാനായിട്ടുള്ളൊരു ചാൻസ് ഉണ്ട്. എന്തായാലും വിഷു ഈസ്റ്റർ ഫ്ലാഷ് കൊഴുക്കും കേട്ടാ. എല്ലാം ഹെവി സാധനങ്ങൾ, വർഷങ്ങൾക്ക് ശേഷം ഹെവി എക്സ്പെക്ടേഷൻ ഉള്ള സാധനമാണ്. അത് കണക്ക് പിന്നെ ആടുജീവിതം പിന്നെ പറയണ്ടല്ലേ.
കട്ട വെയിറ്റിംഗ്. ഓക്കെ, അപ്പം മൊത്തത്തിൽ ഏപ്രിൽ മാസം ഗംഭീരമാകും. ആവേശം, കട്ട വെയിറ്റിംഗ് ഫോർ ആവേശം. എന്തായാലും ആദ്യമേ നമുക്ക് പോയി മലൈക്കോട്ടെ വാലിബം കാണണം. നാളെ രാവിലെ വാലിബ ദർശനം. വാവ്, ഹെവി എക്സൈറ്റഡ്.